ധന്യ ഹോട്ടലിൽ നിന്നും അപ്പവും മുട്ടക്കറിയും കഴിച്ച് ഞങ്ങൾ കുതിരാൻ തുരങ്കപ്പാതയിലൂടെ പാലക്കാട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ ഗ്രാമഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. പച്ചവിരിച്ച നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ആകാശം മുട്ടി നിൽക്കുന്ന വലിയ മലകളും കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. മാത്രമല്ല ധാരാളം പക്ഷികളെയും കാണാം. അവയുടെ കളകള ശബ്ദങ്ങളും കേട്ട് നമ്മളുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതും കണ്ടു നിന്നാൽ നമ്മളുടെ മനസ്സിനെ വളരെയധികം കുളിര് തരുന്നതുമായ ഒരു കാഴ്ചയാണ് പാലക്കാട്ടെ ഗ്രാമക്കാഴ്ച. കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി കൊല്ലംകോട് എത്തി. പാടത്തെ കർഷക തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പാടവരമ്പത്ത് കണ്ട 2 അമ്മമാരോട് വഴി ചോദിച്ചു മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. കരിമ്പന ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ്. എന്തൊരു ഭംഗിയാണെന്നോ. വിത്ത് വിതച്ച് ഞാർ പറിച്ച് നടുന്ന സമയമാണിപ്പോൾ. ജൂൺ ആദ്യവും ജൂലൈ പകുതിയോടുകൂടി ഈ ജോലി കഴിയും. പിന്നെ കളപറിക്കലും വളമിടലും ഒക്കെയായി. എന്തൊരു നല്ല തണുത്ത കാറ്റ്. കണ്ടാലും കൊതി തീരാത്ത അതിമനോഹരമായ കാഴ്ചകളാണിവിടെ.
എങ്ങനെയോ കൊല്ലങ്കോട് ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാണ് പെരിങ്ങോട്ടുശ്ശേരിക്കളം, ചിങ്ങഞ്ചിറ കുറുപ്പുസ്വാമി ക്ഷേത്രം. അതൊരു പ്രകൃതി ക്ഷേത്രമാണ്. പാടങ്ങളും അവിടുത്തെ കാഴ്ചകളും കണ്ട് നേരെ ഞങ്ങൾ പോയത് ചിണ്ടഞ്ചിറ കുറുപ്പുസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഈ ചിണ്ടഞ്ചിറ കുറുപ്പുസ്വാമി ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ മലയാളികൾക്കും തന്നെ അറിയാവുന്ന ഒന്നാണ് ഇവിടെ. ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ്. ഇവിടെ ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പാടം ഉഴുതുമറിക്കുന്ന സമയത്ത് ധാരാളം വെള്ളക്കൊക്കുകൾ, എന്തൊരു ഭംഗിയാണ് അവയെ കാണാൻ. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഇതാണ് ചിണ്ടഞ്ചിറ കുറുപ്പുസ്വാമി ക്ഷേത്രം. ഇതൊരു പ്രകൃതി ക്ഷേത്രം കൂടിയാണ്. ഇവിടെ ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം വേരുകൾ തൂങ്ങി നിൽക്കുന്ന വലിയ ഒരു ആൽമരത്തിൻ്റെ നടുവിലാണ് ഈ പ്രകൃതി ക്ഷേത്രം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് പോയത് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കാണ്. ഇതാണ് പെരിങ്ങോട്ടുശ്ശേരി കളം. സമീപ സ്ഥലത്തുള്ള ഈ നെൽപ്പാടങ്ങളിൽ വിളയുന്ന നെല്ലുകളെല്ലാം സംഭരിക്കുന്ന ഒരു സ്ഥലമാണ്
ഈ പെരിങ്ങോട്ടുശ്ശേരി കളം. ഇതൊരു പാറപ്പുറത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ തുടങ്ങുമ്പോഴും കാണിക്കുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളം തന്നെയാണ്. ഇവിടെ നിന്നും നേരെ അയ്യപ്പൻ ചേട്ടൻ്റെ ഹോട്ടലിലേക്കാണ് പോയത്. സിനിമകളിലും അല്ലാതെയും ആളുകൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും ഭക്ഷണങ്ങൾക്ക് വളരെ വില കുറഞ്ഞതും രുചിയേറിയ ഭക്ഷണവും നൽകുന്ന അയ്യപ്പൻ ചേട്ടൻ്റെ കടയിലേക്കാണ് ഞങ്ങൾ പോയത്. ഈ സമയം അവിടെ തിരക്കില്ലായിരുന്നു. കാരണം 11:30 മണി ആയതേയുള്ളൂ. ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം വെയിറ്റ് ചെയ്ത് ഉച്ചയൂണും കഴിഞ്ഞാണ് തിരിച്ചത്. ഇതാണ് വളരെയധികം പേരുകേട്ട അയ്യപ്പൻ ചേട്ടൻ്റെ ഹോട്ടൽ. അയ്യപ്പൻ ചേട്ടൻ്റെ ഭാര്യയും അയ്യപ്പൻ ചേട്ടനുമാണ് ഈ കാണുന്നത്. അയ്യപ്പൻ ചേട്ടൻ്റെ കടയിൽ നിന്നും നേരെ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോയത്. മുതലമട റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും സിനിമയിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പാലക്കാട്ട് ഇനിയും ധാരാളം സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഞങ്ങൾ കൽപ്പാത്തിയിലേക്കാണ് പിന്നെ പോയത്. പിന്നെ പാലക്കാട് കാണാനുള്ളത് പാലക്കാട് കോട്ട, അതുപോലെ തന്നെ മലമ്പുഴ ഡാം, നെല്ലിയാമ്പതി, വരിക്കാശ്ശേരി മന, ഇതെല്ലാം അടുത്തടുത്താണ്. അതുപോലെ കുടികിടം, താമരപ്പാടം, സീതാർകുണ്ട് വെള്ളച്ചാട്ടം. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലോട്ടൊന്നും ഞങ്ങൾ പോയില്ല. അങ്ങനെ കൽപ്പാത്തിയിൽ വന്നു. കൽപ്പാത്തിയിൽ ചെറിയ 2-3 ക്ഷേത്രങ്ങളും ഉണ്ട്. ഒരു വലിയ ക്ഷേത്രമുണ്ട്. ഈ വലിയ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ആദ്യം ഞങ്ങൾ 2 ചെറിയ ക്ഷേത്രങ്ങളിലേക്കാണ് പോയത്. അതിന് ശേഷമാണ് വലിയ ക്ഷേത്രത്തിലേക്ക് പോയത്. ഇതാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ആ വലിയ ക്ഷേത്രം. കൽപ്പാത്തി പേരുകേട്ട ആ രഥോത്സവം വരുമ്പോഴാണ് കൽപ്പാത്തി അതിസുന്ദരിയായി മാറുന്നത്. ഇവിടെയും ധാരാളം സിനിമകൾ എടുത്തിട്ടുള്ളതാണ്. കൽപ്പാത്തിയിലെ മറ്റൊരു കാഴ്ചയാണ് അവിടെ ബ്രാഹ്മിൺസിൻ്റെ സ്പെഷ്യൽ ഫുഡുകളുണ്ട്. അച്ചാറുകളും വറപലഹാരങ്ങളും കൊണ്ടാട്ടങ്ങളും ധാരാളം ഭക്ഷണ സാധനങ്ങൾ അവിടെ വിൽക്കുന്ന ഒരു കടയാണ് LGVN ഐശ്വര്യ മെസ് എന്ന് പേരുള്ളത്. ഇത് പത്രങ്ങളിലൊക്കെ പലതവണ വന്നിട്ടുള്ളതാണ്. പാലക്കാടും നെല്ലിയാമ്പതിയും അതുപോലെ തന്നെ കൽപ്പാത്തിയിലെ കാഴ്ചകളും ഒന്നും തീർന്നിട്ടില്ല. ഇനിയും ധാരാളം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഒരു ദിവസം മുഴുവനും ഇവിടെ ചിലവാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാലക്കാട്. പാലക്കാട് വന്നു കഴിഞ്ഞാൽ ധാരാളം കാഴ്ചകൾ കണ്ട് മനസ്സിനും കണ്ണിനും സന്തോഷം കിട്ടി തിരിച്ചു മടങ്ങാവുന്നതാണ്.